ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുന്നു. ഇന്നാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പ്രവർത്തകരുടെ വലിയ നിര തിഹാർ ജയിലിന് മുൻപിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആവേശം ആം ആദ്മി പ്രവർത്തകർ രാജ്യതലസ്ഥാനത്തും രാജ്യമെമ്പാടും അവർ ഉയർത്തിയിരുന്നു. വളരെ വലിയ ജനക്കൂട്ടം ജയിലിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രമുയർത്തിപ്പിടിച്ച കൊടികളൊക്കെയും അവർ പിടിച്ചിരിക്കുന്നത് കാണാം. അരവിന്ദ് കെജ്രിവാളിന് വലിയ വരവേൽപ്പ് നൽകുകയാണ് ആം ആദ്മി പ്രവർത്തകർ. നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ 50 ദിവസം നീണ്ട ജയിൽ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിന് പുറത്തേക്ക്. ദില്ലി മദ്യനയ കേസിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. അധികാരത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകുന്നില്ല. ആം ആദ്മി പാർട്ടി തയ്യാറാകുന്നില്ല. ഇതോടുകൂടി ഒരു തുറന്ന യുദ്ധം കേന്ദ്ര സർക്കാരുമായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് നിയമയുദ്ധത്തിന്റെ വഴികളായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തെ വലിയ തരത്തിൽ ഇഡി സുപ്രീം കോടതിയിൽ എതിർക്കുന്ന കാഴ്ച ഈ കേസിന്റെ വാദം നടന്ന എല്ലാ വേളയിലും നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാമ്യം നൽകണമെന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെ ഇഡി നഖശികാന്തം എതിർക്കുകയായിരുന്നു. അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകാനാകില്ല, ഇളവ് നൽകരുത് എന്ന് ഇഡി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി ഈ വാദങ്ങളൊക്കെയും തള്ളിക്കളയുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഉൾപ്പെടെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത്ര നാളായി അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് തെളിയിക്കുന്ന ഒരു രേഖയും ഇഡിക്ക് ഹാജരാക്കാൻ പറ്റാത്തതിലടക്കം സുപ്രീം കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ദില്ലി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് അത് രാഷ്ട്രീയ നാടകം മാത്രമാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിന് പുറത്തേക്ക് വരുന്നു. പ്രവർത്തകരുടെ വലിയ ആവേശം നീണ്ട നിര. സ്വാതി സന്തോഷ് തിഹാർ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സ്വാതി, വലിയ ആവേശം ആം ആദ്മി പ്രവർത്തകർക്ക് ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായി ഊഹിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം ജനാധിപത്യത്തിന്റെ അവസാന വെളിച്ചവും അടഞ്ഞിട്ടില്ല എന്നുള്ള സൂചനയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് പുറത്തേക്ക് വരുന്നു. പണ്ടത്തതിനേക്കാൾ കരുത്തനായി അദ്ദേഹം മാറുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പോലെ തന്നെ ജനാധിപത്യം നശിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണവും തെളിവുമാണ് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിട്ടുള്ള ഇടക്കാല ജാമ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ആവേശമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിഹാർ ജയിലിന്റെ മുറ്റത്തെ ഗേറ്റിലാണ്. വലിയ ആവേശത്തോടെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ, ഈ ദില്ലി മന്ത്രിസഭയിലെ തന്നെ ആം ആദ്മി പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുള്ള എല്ലാ നേതാക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വലിയ പ്രവർത്തകരുടെ ഒരു നിര തന്നെയാണ് ഈ ഗേറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ആവേശം തന്നെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ വിഷയം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കെജ്രിവാളിന്റെ ജാമ്യം എന്ന് പറയുന്നത് വലിയ ആവേശം തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജമാവുകയാണ്. മാത്രമല്ല, മുദ്രാവാക്യം വിളികളോടെ, അതായത് ജയിലിന് മറുപടി വോട്ടിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടികളുടെ ഒരു വലിയ നിര ഈ ജയിലിന് മുന്നിലത്തെ ഗേറ്റിൽ പ്രകടമാകുന്നത്. പോലീസ് സന്നാഹമൊക്കെ വലിയ തരത്തിൽ അണിനിരന്നിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, വലിയ തിരിച്ചടികൾ കീഴ്ക്കോടതികളിലൊക്കെ ലഭിച്ചിട്ടും സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു വിധി വലിയ തരത്തിൽ ആവേശമായിട്ടുണ്ട്. ഇതിനെ സുനിത കെജ്രിവാൾ അടക്കം പ്രതികരിച്ചിട്ടുള്ളത് ജനാധിപത്യം നശിച്ചിട്ടില്ല, ഏകാധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വലിയ തിരിച്ചടിയായിക്കൊണ്ട് തന്നെയാണ് ഈ കെജ്രിവാളിന്റെ ഇന്നത്തെ ഇടക്കാല ജാമ്യത്തെ നോക്കിക്കാണുന്നതെന്നടക്കം നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ അംഗീകാരമായി തന്നെ ഈ നിമിഷത്തെ കണക്കാക്കേണ്ടി വരും. ഏറ്റവും നിർണായക ദിവസം തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. വരുന്ന ദിവസങ്ങളിൽ പ്രചാരണങ്ങൾ ഉടനീളം എല്ലാ സംസ്ഥാന, ഹരിയാന, പഞ്ചാബ്, ദില്ലി അടക്കമുള്ള
ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് തന്നെയാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. എന്തായാലും കെജ്രിവാളിനെ കാത്ത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ജയിലിന് മുന്നിലേക്ക്